നമസ്കാരം. ന്യൂസ് at 11:30 സ്വാഗതം. മന്നരാംകുന്നിൽ ദേശീയപാത 66 മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ സ്ലാബ് നിലം പതിച്ചു. വൻ അപകടം ഒഴിവായി. മന്നലാംകുന്ന് ബദർപള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ഈ സമയം വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് റോഡിലേക്ക് വീഴുന്നത്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെ ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ ഏഴാങ്കല്ല് പുറ്റേക്കര സ്വദേശികളായ പനക്കൽ വീട്ടിൽ ജ്യോതിഷ് കുമാർ മകൻ ആശിഷ്, എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശികളായ ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ടോണി മകൻ ജെറിൻ, പുലിക്കോട്ടിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ സാവോസ്, മുണ്ടൂർ സ്വദേശി എലുവത്തിങ്കൽ വീട്ടിൽ ചുമ്മാർ മകൻ ഷിബി എന്നിവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ ഇരു ദിശകളിൽ നിന്നായി വന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ നേതൃത്വം നൽകി. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കേസിലെ ഒന്നാം പ്രതി കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി 7 വർഷം കഠിന തടവിനും 5000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത്. പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 2019 ഒക്ടോബർ 1 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. ജെറീഷും മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളന്നൂർ വീട്ടിൽ സ്റ്റിൻസൺ എന്ന ഡാഡു, കക്കാട് കാക്കശ്ശേരി വീട്ടിൽ ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ ബൈക്കിലെത്തി ബിനോയിയെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബിനോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പിന്നീട് മറ്റു പല അസുഖങ്ങളും മൂലം വിചാരണയ്ക്ക് മുമ്പേ ബിനോയ് മരിച്ചിരുന്നു. സംഭവം കണ്ടുനിന്ന ഏക ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണ്. ശിക്ഷിക്കപ്പെട്ട ജെറീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമം ലംഘിച്ചതിൽ തടവിൽ കഴിഞ്ഞുവരുന്നയാളുമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന VS സന്തോഷ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ 165 വർഷത്തിലേറെ പഴക്കമുള്ള അണ്ടത്തോട് GMLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. സർക്കാരിന്റെ ബജറ്റ് വിഹിതം 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗങ്ങളായ ബുഷറ നൌഷാദ്, ശോഭാ പ്രേമൻ, PTA പ്രസിഡന്റ് KK താഹിർ എന്നിവർ പങ്കെടുത്തു. നിലവിലെ കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 3714 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 4 ക്ലാസ് മുറി, ശുചിമുറി, ഓഫീസ് മുറി എന്നിവ ഉണ്ടാകും. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അടുത്ത ഘട്ടത്തിൽ 2 കോടിയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയായിട്ടുണ്ട്. ഇതിൽ ക്ലാസ് മുറികളുള്ള കെട്ടിടം, മുറ്റം, കട്ടവിരിക്കൽ, അടുക്കള, ചുറ്റുമതിൽ, ഹാൾ എന്നിവ ഉണ്ടാകും. 165 വർഷത്തോളം വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ ഈ വർഷത്തിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. 99.5 ലക്ഷം MLA ഫണ്ടും 82.8 ലക്ഷം കേന്ദ്ര റർബൻ മിഷൻ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചതാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇനി നടക്കാൻ പോകുന്നതുൾപ്പെടെ 4.82 കോടി രൂപയാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക KK ഷക്കീല നന്ദിയും പറഞ്ഞു. അതേസമയം പരിപാടിയുടെ നോട്ടീസിൽ നിന്നും 18ാം വാർഡ് മെമ്പറും സ്കൂൾ SSG ചെയർമാനുമായ PS അലിയുടെ പേരുമാത്രം ഒഴിവാക്കിയത് വിവാദമായിട്ടുണ്ട്. ഭരണകക്ഷി മെമ്പറുടെ പേരൊഴിവാക്കി പകരം 17ാം വാർഡ് മുൻ മെമ്പർ നൌഷാദിന്റെ പേര് കയറ്റിയതായാണ് ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം SFI ജില്ലാ കമ്മിറ്റി അംഗം PA യശ്വന്ത് ഉദ്ഘാടനം ചെയ്തു.
മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സെക്രട്ടറി VS ലെനിൻ, KK ഷമീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ശിവാനി, സുജിത്ത്, അനിരുദ്ധ്, കേനോൺ, സിജോ, അഖിൽ, ബാബു, അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്ക ധ്യാനം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ധ്യാനം സെന്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രത്തിലെ ജോണി തോളേലി നയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, 8 നോമ്പ് സുവിശേഷയോഗം എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിംഗ് മോർ കുർലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. ധ്യാനത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ദേശീയപാതയുടെ തകർന്ന സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഹൈവേ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഹൈവേ പിക്കറ്റിംഗും പ്രകടനവും നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി റഖീബ് K തറയിൽ ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് കോലയിൽ അധ്യക്ഷത വഹിച്ചു. V അബ്ദുസമദ്, ഹുസൈൻ അണ്ടത്തോട്, M അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. സിറാജ് പാപ്പാളി, സാദിഖ് ഉമർ പുന്നൂർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം നാടകരചയിതാവും സംവിധായകനുമായ ബാബു വയലത്തൂരിന്റെ മാതാവ് മൂത്തേടത്ത് കുഞ്ഞപ്പൂ ഭാര്യ അമ്മിണി നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 1 മണിക്ക് ഗുരുവായൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ചന്ദ്രൻ, ശാരദ, ബാബു, വിനീഷ് എന്നിവർ മക്കളാണ്. കല്ലുപുറം ചാലിശ്ശേരി റോഡിൽ താമസിക്കുന്ന കുത്തൂർ വീട്ടിൽ പരേതനായ വറുതുട്ടി മകൻ ജോസഫ് നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം സെന്റ് ആദായ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷീബ ഭാര്യയും ജോബി ജോസ് എന്നിവർ മക്കളുമാണ്. കുറ്റിക്കാട്ട് പരേതനായ താത്തുള്ളി മകൻ ഷീമോൻ നിര്യാതനായി 81 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. മോളി ഭാര്യയും പീറ്റർ, റൂത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.